പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിലേക്കൊന്ന് നോക്കാം. നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കാം. യേശു നമ്മെ കാണുന്നു, നമ്മെ മനസ്സിലാക്കുന്നു, നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. ഫിലിപ്പോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത് പിതാവിനെ കാണിച്ചു തരിക. യേശുവിനോട് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈ കർത്താവിനെ ഒന്ന് നോക്കുമ്പോൾ അവൻ്റെ ഒരു ഹൃദയത്തിൻ്റെ വേദനയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശിഷ്യന്മാരോട് യേശു ഹൃദയം തുറക്കുന്ന വചനഭാഗങ്ങളാണ്. അന്ത്യ അത്താഴ സമയത്ത് യേശു പറയുന്ന വാക്കുകളാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നീ എന്തേ ഇത്രയും നാൾ എന്നെ കണ്ടില്ല, എന്നെ മനസ്സിലാക്കിയില്ല? അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുകയും വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറയും. അത്രയും ശക്തിമാനായിട്ട് മാറും, അത്രയും അധികാരവും അടയാളങ്ങളും അവന് പ്രവർത്തിക്കാൻ പറ്റും. താൻ സ്നേഹിച്ച ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ് ക്രിസ്തു സംസാരിക്കുന്നത്. എന്തേ നിങ്ങൾ മനസ്സിലാക്കിയില്ല, എന്നെ കണ്ടില്ല, എന്നിലൂടെ എൻ്റെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അനുഭവിച്ചില്ല? ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിന് മുമ്പിലാകുമ്പോഴും ഈ രാത്രിയിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാവണം. ഈ തിരക്കിനിടയിൽ ഇവനെ കാണാതെ പോയോ? ഈ ദിവസത്തെ എല്ലാ ജോലികൾക്കിടയിലും ഈ ക്രിസ്തുവിനെ കാണാൻ മറന്നുപോയോ? അല്പസമയമെങ്കിലും ഇവൻ്റെ കൂടെ ഇരിക്കാൻ സ്വയം മാറ്റിവെക്കാതെ പോയോ? പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പോലും ഇവൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ സ്നേഹത്തിൻ്റെ ഉള്ള ദാഹമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആഗ്രഹം വിജയിക്കാനുള്ള ആവശ്യമാണല്ലോ. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അല്പം കൂടി മുന്നേറണം. ക്രിസ്തു പറഞ്ഞത് തന്നെയാണ്, എന്നെ കണ്ട് പിതാവിനെ കാണുമ്പോൾ വിജയിക്കുമെന്നാണ്. തകർന്നു പോയ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു അവസ്ഥ മറന്നുപോയിട്ടില്ലേ? ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ഒരു ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നിന്റെ ഉള്ളു തുറന്നുള്ള ഒരു കരച്ചിലാവണം. നിന്നെ കാണാതെ പോയല്ലോ, നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, കൂടെ നടന്നിട്ട് നിന്റെ ഹൃദയം മനസ്സിലാക്കിയില്ലല്ലോ, ഒത്തിരി നിൻ്റെ അടുത്തിരുന്നിട്ട്. പ്രാർത്ഥന ഇതാണ്, കർത്താവേ, നിന്നെ കാണാൻ, പിതാവിനെ കാണാൻ കൃപ നൽകണമേ. ഉൾക്കണ്ണുകൊണ്ട് ഒന്ന് തുറന്നു കാണാൻ എന്നെ സഹായിക്കണമേ. ഈ കൂദാശയിൽ അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന നിന്നെ ജീവിക്കുന്ന ദൈവമായിട്ട് കാണാനും അനുഭവിക്കാനും എന്നെ പഠിപ്പിക്കണം. ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ പ്രതി നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുറങ്ങാൻ എന്നെ സഹായിക്കണം. എൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ എന്നെ സഹായിക്കണം. ആ പുതു ചൈതന്യത്തോട് വീണ്ടും എഴുന്നേൽക്കാനും യാത്ര തുടരാനും എന്നെ സഹായിക്കണം. നാഥാ, നിന്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിന്നെ മാത്രം കാണാൻ എന്നെ സഹായിക്കണം. നിന്നിലൂടെ പിതാവിനെയും പരിശുദ്ധം അനുഭവിക്കാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അനുഗ്രഹത്തിനായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, നല്ലൊരു രാത്രി നേരുന്നു. യേശുവിൻ്റെ കൂടെ നന്നായിട്ട് ഉറങ്ങാം. യേശുവിൻ്റെ സ്നേഹം ആസ്വദിക്കാം ഈ ഉറക്കത്തിൽ. നാളെ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ പുതു സ്നേഹത്തോടെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. അത് പുതിയ ജീവിതയാത്ര തുടങ്ങാൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.